പിണറായി വിജയൻ നനഞ്ഞ കോഴിയാണ്. ബാലഗോപാലനാണെങ്കിൽ ഒന്നും പറയാനുള്ള ത്രാണിയുമില്ല, കെൽപ്പുമില്ല എന്ന് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ MLA പറഞ്ഞതിന് മറുപടി പറയുകയാണ് എച്ച് സലാം എന്ന മുൻ MLA. എച്ച് സലാം എങ്ങനെ മുൻ MLA ആയി എന്നുകൂടി അങ്ങൊന്ന് വിശദീകരിക്കണം. എന്തായാലും സുധാകരന് ഒപ്പം അമ്പലപ്പുഴയിലെ ജനങ്ങൾ നിന്നു, സഖാക്കളടക്കം നിന്നു, CPMന്റെ മുതിർന്ന പ്രവർത്തകരടക്കം ജി സുധാകരന് വോട്ട് ചെയ്തു. പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യതയുണ്ടോ ജി സുധാകരന് എന്നാണ് ചോദിച്ചത്. അത് കാണില്ല. കാരണം ഇത്രയും ഏകാധിപത്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ സ്വന്തം കാൽക്കീഴിലാക്കി ചവിട്ടി മെതിക്കുന്ന ഒരു പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കി പുഴയിലൊഴുക്കിയ, മകളിലൂടെ കോടികൾ കൈക്കൂലി വാങ്ങിയ, അഴിമതിയുടെ കൂത്തരങ്ങായി പാർട്ടിയെയും സർക്കാരിനെയും മാറ്റിയ, കേരളത്തിലെ 90% ജനങ്ങളും വെറുക്കുന്ന, അല്ലെങ്കിൽ പറയുമ്പോൾ ഒരുതരം പുച്ഛത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തി പിണറായി വിജയൻ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ മാന്യത എന്ന് പറയുന്നത് എത്രത്തോളമുണ്ട്? ജി സുധാകരൻ അവിടെ കിടക്കുന്നു, പിണറായി വിജയൻ ഇവിടെ കിടക്കുന്നു. ജി സുധാകരനെതിരെ പണിത പണികളൊക്കെ ഇദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിട്ടേ ഉള്ളൂ, തിരിച്ചടിയായിട്ടേ ഉള്ളൂ. ജി സുധാകരനെ പലകുറി പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റിയെ വെച്ച് അന്വേഷിപ്പിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തന്നെ കമ്മിറ്റി സുധാകരനെതിരെ അതിശക്തമായ റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ടും സുധാകരനെ തൊടാൻ പറ്റിയില്ല. സുധാകരനെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഈ പാർട്ടിയിൽ നിന്ന് പോകും, അന്ന് തന്നെ സഖാവിന് പണി കിട്ടും എന്ന് സുധാകരൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്. തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ ഒതുക്കാമെന്ന് വിചാരിച്ചു, ഒതുക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല. അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ചു. UDF പിന്തുണയോടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പം പിന്നെ ആരുടെ ചെരുപ്പിന്റെ വാറിന്റെ കഥയാണ് എച്ച് സലാം പറയുന്നത് എന്നുള്ള കാര്യം നമുക്കൊക്കെ മനസ്സിലായി. മാത്രമല്ല, ഈ എച്ച് സലാം അമ്പലപ്പുഴയിലെ SDPIയുമായി ചേർന്ന്, അമ്പലപ്പുഴ ആലപ്പുഴ പ്രദേശത്തെ SDPI എന്ന തീവ്രവാദ പ്രസ്ഥാനവുമായി ചേർന്നാണ് 2021 ജയിച്ചത്. ഇത്തവണ അത് വർക്കൗട്ടായില്ല. അവിടെ വർക്കൗട്ടായെങ്കിലും ഇവിടെ സഖാക്കൾ സുധാകരനെ വോട്ട് ചെയ്തുകൊണ്ട് സുധാകരൻ പുഷ്പം പോലെ ജയിച്ചു. സുധാകരൻ രാഷ്ട്രീയ കോമാളിയാണെന്ന് പറയുന്നു. ഇത്രയും വിവരത്തോടെ, ഇത്രയും കാര്യപ്രാപ്തിയോടെ, ഇത്രയും തുറന്ന് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വിരളമാണ്. അതാണ് രാഷ്ട്രീയ കോമാളിത്തരം. അദ്ദേഹമുള്ള കാര്യം പറയും, പച്ചയ്ക്ക് പറയും, നല്ല ആലപ്പുഴ ഭാഷയിൽ, നല്ല തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂറിൻ്റെ ആ ശൈലി ഉൾക്കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയും. 1 രൂപയുടെ അഴിമതിയില്ല. പിണറായി വിജയൻ കാരണമാണത്രേ ഇദ്ദേഹത്തിന് അഴിമതിയില്ലാത്ത മുഖമായി നിൽക്കാൻ പറ്റുന്നത്. അതെന്താണ്? ഇദ്ദേഹത്തിനെതിരെ വരുന്ന അഴിമതി ആരോപണങ്ങളൊക്കെ പിണറായി എടുത്ത് പോക്കറ്റിലിടുകയാണ്. ഈ പ്രതികരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ ഈ CPM നേതാക്കളോട്, ഇപ്പം നിങ്ങളുടെ അത്രയൊന്നും വലിയ വിവരമോ അല്ലെങ്കിൽ പൊതുപ്രവർത്തന പരിചയമോ ഒന്നുമില്ലാത്ത ആൾക്കാരാണ്, നമ്മളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്, നമ്മളൊക്കെ നിങ്ങളെയൊക്കെ വർഷങ്ങളെ കാണുന്നു എന്നുള്ളതല്ലാതെ നിങ്ങളുടെ പ്രവർത്തികളോട് കിടപിടിക്കാനൊന്നും നമ്മൾ ആൾക്കാരൊന്നുമല്ല. പക്ഷേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ട്, നിരീക്ഷിക്കുന്നത് കൊണ്ട്, കാര്യങ്ങൾ കുറച്ചുകൂടി രാഷ്ട്രീയമായും സാമൂഹ്യമായും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. എച്ച് സലാം ചിന്തിക്കണം. CPM എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒരു വലിയ പ്രസ്ഥാനം ഒന്നുമല്ല. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഈർക്കിൽ പ്രസ്ഥാനം, പച്ചമലയാളത്തിൽ ഈർക്കിൽ പ്രസ്ഥാനം തന്നെയാണ്. ഈ ഈർക്കിൽ പ്രസ്ഥാനം ഇവിടെ ബാക്കിയും ഒടിഞ്ഞ് അതിൻ്റെ തുമ്പും പോയി എല്ലാം ഒരു പരുവത്ത് നിൽക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഈ തോൽവിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ, SIR ആണ് തോൽവിക്ക് കാരണം. ഇവിടെ എന്താണ്, ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ SDPI അല്ലെങ്കിൽ ന്യൂനപക്ഷം, നേരത്തെ KK രാഗേഷ് പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒക്കെ തന്നെ എതിരായി, അതൊക്കെ ലീഗിന് പോയി, അതുകൊണ്ടൊക്കെയാണ് തോറ്റത്. ഭരണവിരുദ്ധ വികാരമില്ല. ഇനിയും എന്ന് പറയാൻ നാണമില്ല നിങ്ങൾക്കും ചോദിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരമല്ല, ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ വികാരമുണ്ട്, CPM വിരുദ്ധ വികാരമുണ്ട്. എന്തിന്? MV ഗോവിന്ദൻ വിരുദ്ധ വികാരം വരെ ഉണ്ടായതുകൊണ്ടാണ് തോറ്റത്. ഇനിയും അത് തന്നെ ആവർത്തിക്കും. നിങ്ങളൊന്നും പഠിക്കില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെ മറ്റുള്ളവനെ, ജയിച്ചവന്റെ പെടലിക്ക് കയറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നല്ല മാന്യമായിട്ട് ജയിച്ചു കയറിയ ജി സുധാകരനെ പോലുള്ള ആളുകളെ നിങ്ങൾ ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും നല്ല കേരളത്തിൽ മുഴുവൻ നിങ്ങൾക്ക് ഒരു വോട്ട് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോലും ഒരു വോട്ട് കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് എച്ച് സലാമിന് ഏതെങ്കിലും വിവരമുള്ള, ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും. ജി സുധാകരനെ അവഹേളിക്കേണ്ട ഒരു കാര്യവുമില്ല. ജി സുധാകരനുള്ള കാര്യമാണ് പറഞ്ഞത്. വെറും നനഞ്ഞ കോഴി മാത്രമാണ്. പണ്ട് KK രമ പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ വാഴ വെച്ചു എന്ന് പറഞ്ഞതുപോലെ വെറും നനഞ്ഞ കോഴിയാണ്. അതിലും നനഞ്ഞ കോഴിയായിട്ടാണ് വന്നിരിക്കുന്നത്. KN ബാലഗോപാൽ സത്യം പറഞ്ഞാൽ വെറുതെ പടക്കം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഖജനാവിനെ കുറിച്ചോ ഇവിടുത്തെ ട്രഷറി സംവിധാനങ്ങളെക്കുറിച്ചോ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചോ സാമ്പത്തിക നിലവാരത്തെക്കുറിച്ചോ ഒന്നും ഒരു ചുക്കും അറിയില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ വെറുതെ പടം കാണിച്ച്
ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ഓരോ വേഷം കെട്ടലാണ് ഇവിടെ CPM നേതാക്കളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജി സുധാകരൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഇത്രയും പണി കിട്ടിയിട്ടും നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ എന്ന് സലാമിനോടും CPM കാരോടും സജി ചെറിയാനോടും ഒക്കെ ഒന്ന് ചോദിച്ചു പോവുകയാണ്.